ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് എനിക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു, സോഷ്യൽ പഠിപ്പിക്കുന്ന ഒരു മിസ്സാണ്. എല്ലാം ക്ലാസ്സിൽ നല്ല രീതിയിൽ ഈ പറഞ്ഞു തരും. സോഷ്യലൊക്കെ നല്ല രീതിയിലൊരു കഥ പോലെ പറഞ്ഞു തന്നിട്ട് ഞാൻ ഈ പാറ്റേണൊക്കെ മനസ്സിലോർത്ത് വെച്ച് എക്സാമിന് ചെല്ലുമ്പോൾ ഞാൻ ഈ രീതിയിൽ സ്റ്റോറി പോലെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, സോ അതിന് കോൺസിക്വൻസ് ആയിട്ട് ഇങ്ങനെ ഒരു സാധനം നടന്നു, ഇങ്ങനെ എന്റെ വാക്കുകൾ കൊണ്ട് അതിന് ഞാൻ ഉണ്ടാക്കി വെച്ചത്. അതിന് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയാം. ഈ മൈൻഡ് മാപ്പിംഗ് ചെയ്യാനായിട്ട് ഒരു ബുക്ക്, അത് ആ ഒരു സംഭവം മനസ്സിലാക്കാൻ വേണ്ടി ഒരു ബുക്കുണ്ട്. ICSE സ്ഥിരം കണ്ടുവരുന്ന ഒരു സംഭവമാണ്. എല്ലാവരും പറയുന്നതാണ് ഈ പഠിച്ച സാധനം അതേപോലെ എഴുതി വെച്ചാലേ മാർക്ക് കിട്ടത്തുള്ളൂ. എന്നെ മാത്സ് പഠിപ്പിച്ച റസീന ടീച്ചർ, അതിന് ട്യൂഷൻ പഠിപ്പിച്ച ടീച്ചറാണ്. അപ്പം മിസ് പഠിപ്പിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഫണ്ട് എലമെന്റ്സ് കൊണ്ടുവരാൻ പറ്റില്ല. മാത്സ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റിനകത്ത് കൊണ്ടുവരുന്ന ഒരു ലിമിറ്റേഷൻ ഉണ്ട്, പറ്റുമായിരിക്കും. പക്ഷെ മിസ് എന്ത് ചെയ്യും, നമ്മളെ അങ്ങനെ ഇരുത്തി ബോറടിപ്പിച്ച് ഒരു സാധനം മീൻസ് അങ്ങനെ ചെയ്യിപ്പിക്കത്തില്ല. 9th എക്സാം ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായി, മിസ് ഇങ്ങനെ നമ്മൾ ചെല്ലുമ്പോൾ എല്ലാം നമ്മളിങ്ങനെ ഇരുത്തി ചെയ്യിപ്പിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതിൽ ഫണ്ട് എലമെന്റ്സ് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ അല്ലാതെ എന്തെങ്കിലും തമാശ അല്ലെങ്കിൽ നമ്മള് ലോക കാര്യങ്ങളൊക്കെ ഇരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്യും. അപ്പൊ അങ്ങനെ ബോറടി മാറ്റി എൻഗേജ് ചെയ്ത് ഇങ്ങനെ ഇടയ്ക്ക് പഠിപ്പിച്ചോണ്ടിരിക്കും. ലാസ്റ്റ് എക്സാം ആയപ്പോൾ ഞാൻ എഴുതാൻ ചെന്നപ്പോഴാണ് ഞാൻ ഓട്ടോമാറ്റിക്കലി അറിയാതെ ആ സാധനം എന്റെ മൈൻഡിൽ ഫീഡായിരുന്നു.